അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയില്ലേ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള നല്ല ഒരു എന്താ പറയുക, നല്ല കട്ടിയുള്ള ഓറഞ്ചിൻ്റെ തൊലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ കെയർ ടിപ്സിന് വേണ്ടിയിട്ട് തേന്, പിന്നെ അലോവേര ജെല്ല്, അതേപോലെ തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. നോർമലി ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ്, ഓറഞ്ചിൻ്റെ തൊലിയുടെ ജ്യൂസ് എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ സ്കിൻ കെയർ ചെയ്യാറ്. പക്ഷെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ചിന്റെ തൊലി നന്നായി പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി പിന്നെ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലും ആഡ് ചെയ്തു. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ, വീട്ടിലുണ്ടായ അലോവേര ജെല്ലാണ്, പ്യുവർ ആണ് കേട്ടോ. അത് ഫ്രഷ് ആക്കി എടുത്തിട്ട് അതിൽ ആഡ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ തേനില്ലേ, അപ്പോൾ ഒരു ടീസ്പൂൺ തേന് ഇതിലോട്ട് ആഡ് ചെയ്ത് ഞാൻ ചിലപ്പോൾ 2 ടീസ്പൂൺ നല്ല കട്ടിയുള്ള തേനാണ് കേട്ടോ. അങ്ങനെയാണ്ട് മിക്സ് ആവുന്നില്ല. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടോ ഞാനൊന്ന് മിക്സ് ആക്കിയത്. കാരണം ആ ഒരു സ്പൂണിൽ നിന്ന് ബൗളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഫേസിലും അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റും 2 കൈയുടെ പുറംഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓറഞ്ചിൻ്റെ തൊലിയിൽ വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇതൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് ഒക്കെ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാറുണ്ട്, സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.